വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, 2026 നാളെ 2026 അല്ലെങ്കിൽ നിങ്ങൾ 2026 കയറി കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇന്ന് കൂളായിട്ട് സമാധാനമായിട്ട് ഒരു കോഫിയൊക്കെ ഇട്ടിട്ട് നൈസിന് വന്നിരുന്ന് കാണേണ്ട വീഡിയോ ആണ് ഇത്. പെട്ടെന്ന് ടെൻഷൻ ആയിട്ട് 2x ഞെക്കി പിടിച്ചിരുന്ന് കാണരുത്. ഓക്കെ, അതാവുമ്പോൾ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് സമാധാനത്തിൽ സമയം ഉണ്ടെങ്കിൽ ഇരുന്ന് കാണുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് 2026 നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബുക്ക് കണ്ടോ? ഇങ്ങനത്തെ ബുക്കൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം, അത് എഴുതാനും പഠിക്കാനൊക്കെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. ഓക്കെ, അപ്പം ഇത് മൊത്തം മെസ്സായിട്ട് കിടക്കുകയല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ആയി കിടക്കുവാണേ. അപ്പം നോക്കി, നമ്മൾ 2026 പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാം. നമ്മൾ എല്ലാ വർഷവും തുടങ്ങുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, അത് നടപ്പിലാക്കാൻ നോക്കും. ചിലപ്പോൾ അത് പാളിപ്പോവും, നടക്കത്തില്ല. അപ്പം നമുക്ക് ടെൻഷൻ അടിക്കും. ജനുവരി കഴിയും, ഫെബ്രുവരി കഴിയും, മാർച്ച്. 2025 പോയ സ്പീഡൊന്നും നമുക്ക് അറിയത്തോലുമില്ല. എന്തുമാത്രം സ്പീഡിന് വർഷങ്ങൾ പോയത്, മാസങ്ങൾ പോയതല്ലേ. ജനുവരി ആവുന്നു, ഫെബ്രുവരി ആവുന്നു, മാർച്ച് ആവുന്നു, ഏപ്രിൽ ആവുന്നു, അങ്ങനെ പോയതാണ്. ഇപ്പോൾ 2026 അങ്ങനെ പോകരുത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം. നമ്മൾ ഓരോ ദിവസവും ജീവിക്കണം. മനസ്സിലായി? അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വെപ്രാളം പിടിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. അപ്പം നമ്മൾ ദിവസവും ജീവിക്കുക. ഓരോ ദിവസവും നമ്മൾ ഇഷ്ടപ്പെട്ട് ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത്, എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതൊന്ന് മനസ്സിലാക്കി എൻജോയ് ചെയ്ത് ഒന്ന് പിടിച്ച് ആസ്വദിച്ച് പോകണം. അതാണ് ജീവിതം, അല്ലേ? ഓക്കെ, ഞാൻ വലിയ തത്വം ഒന്നും പറയുന്നില്ല, ജസ്റ്റ് കേൾക്കുക. നമ്മളെന്താ 2026 നമ്മൾ കയ്യിൽ നീട്ടി സ്വീകരിക്കാൻ പോവുക. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊന്ന് പ്രിപ്പയർ ആവാൻ പോവുക. അതിനുള്ള വീഡിയോ ആണിത്. ഓക്കെ, റെഡിയാണല്ലോ? കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്കൊരു പേനയും ഒരു നോട്ട്ബുക്കും ഒക്കെ എടുത്തിട്ട് നൈസിന് ഒരു ചായയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു കോഫിയൊക്കെ ഇട്ടിട്ട് ഇരുന്ന് സമാധാനത്തിരുന്ന് കേൾക്കാനുള്ള വീഡിയോ ആണ്. ഇതിനകത്ത് ഞാൻ കുറച്ച് അധികം കാര്യങ്ങൾ 20 പോയിന്റുകൾ ഞാൻ കറക്റ്റായിട്ട് പറയും. ആ 20 പോയിന്റുകൾ നമ്മൾ ത്രൂ ഔട്ട് 2026 20 പോയിന്റ് ത്രൂ ഔട്ട് 2026 ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഫോളോ ചെയ്യാൻ പോവുക. അതാണ് നമ്മുടെ പ്ലാൻ. റെഡിയാണോ? അപ്പോൾ ആ പ്ലാനിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു തംസ് കൊടുക്കൂ. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കമൻസിനകത്ത് ഒരു തംസ് കൊടുക്കൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പം ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ഇതൊന്ന് അവതരിപ്പിക്കുന്നത്. ഈ 20 പോയിന്റ്സ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും പറയുന്നത്. നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂവിൽ എടുക്കണം. ഇപ്പം ഞാൻ പറയുന്നതിൻ്റെ വ്യൂ എന്തായിരിക്കും? ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, പഠിപ്പിക്കുന്നു, യൂട്യൂബ് ക്ലാസ് വീഡിയോസ് ഇടുന്നു, റീൽസ് ഇടുന്നു. ആ ഒരു മെത്തേഡായിരിക്കും ഞാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കുന്നു, പല റിസോഴ്സിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കുന്നു, നോട്ട് എഴുതുന്നു. ആ ഒരു മെത്തേഡായിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കണ്ടന്റ് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും, സ്ട്രക്ചർ സെയിം ആയിരിക്കും, നമ്മുടെ ടൈം ടേബിൾ സെയിം ആയിരിക്കും, അതിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ സെയിം ആയിരിക്കും. പക്ഷേ നിങ്ങൾ പഠിക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്നു, ആ ഒരു രീതിയാണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഏകദേശം ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ സെയിം ആയിരിക്കും. അതുകൊണ്ട് ആ സ്ട്രക്ചർ നിങ്ങൾക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനകത്തുള്ള കണ്ടന്റ് മാത്രം മാറ്റിയാൽ മതി. ആണേ? റെഡിയാണല്ലോ? നമ്മൾ ഫസ്റ്റ് പോയിൻ്റാണ് വിഷൻ ബോർഡ്. നമ്മൾ വിഷൻ ബോർഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്കറിയാം വിഷൻ ബോർഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരിക്കും. എന്താണെങ്കിലും ജനുവരി ഒരു 10 ദിവസം മുമ്പ്, അല്ലെങ്കിൽ ഒരു 10, ഇനി ഈ വീഡിയോ കാണുന്നതിന് ഒരു 10 ഡേയ്ക്കുള്ളിൽ നിങ്ങൾ എന്തായാലും വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. ഇരിക്കട്ടെ, കാരണം ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു 2022 ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു. അത് ജനുവരിയിലൊന്നുമല്ല, ജസ്റ്റ് ഇടയ്ക്ക് വെച്ചിട്ട് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു. പക്ഷേ ഞാൻ അത് കറക്റ്റായിട്ട് പിന്നെ കാണാനും നോക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. കാരണം എനിക്ക് അതിൻ്റെ ഐഡിയ കറക്റ്റ് അറിയത്തില്ലായിരുന്നു ആ സമയത്ത്. നമ്മൾ സാധാരണ എല്ലാ ദിവസം കോളേജിൽ പോകുന്നു, അങ്ങനെ സില്ലായിട്ടൊക്കെ പോകുന്നു, അങ്ങനെ വലിയ മോട്ടിവേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറക്റ്റ് ഒരു മോട്ടീവ് അല്ലെങ്കിൽ ഒരു സക്സസ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ഐഡിയ വന്നത്. അപ്പോൾ വിഷൻ ബോർഡ് ഞാൻ ഈ സെപ്റ്റംബറിൽ 2025 സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഡിസംബറൊക്കെ ആയപ്പോൾ അതെല്ലാം എന്ത് ചെയ്തു? അതെല്ലാം ക്രാക്ക് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ജസ്റ്റ് മുമ്പ് 30K ഫോളോവേഴ്സായി ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ വിഷൻ ബോർഡിനകത്ത് എഴുതുന്നത് 20K ആണ്. 20K ആണ് വിഷൻ ബോർഡിൽ എഴുതിയത്. അത് ഈ വർഷം കഴിയുമ്പോൾ 2025 കഴിയുമ്പോഴത്തേക്കും 20K ഫോളോവേഴ്സ് ആണെന്ന് എഴുതിയിരുന്നു. അത് 30K ആയി. അതുകൊണ്ട് തന്നെ യൂട്യൂബിനകത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നത് 5K ആണ്, അതിപ്പോൾ 12K ആയി. ഓക്കെ, അങ്ങനെ ആ ഒരു വിഷൻസ് എഴുതിയപ്പോഴത്തേക്കും അതെല്ലാം എന്തായി? സക്സസ് ആയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു സംഭവം വിഷൻ ബോർഡ് എഴുതുന്നത് നല്ലതാണ്, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാം. വിഷൻ ബോർഡ് നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ഞാനൊരു ഡിജിറ്റൽ വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എനിക്കത് ജസ്റ്റ് ചാർട്ടിലാക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അത് നിങ്ങൾ ചെയ്യുക, ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുക. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്ന ദിവസം എന്തായാലും ഞാൻ വീഡിയോ ഇടാം. ക്ലിയർ ആണല്ലോ? ഇപ്പം എന്തെങ്കിലും ഡിജിറ്റൽ വിഷൻ ബോർഡ് ഉണ്ട്. 2027 കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും വിഷൻ ബോർഡ് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഡിജിറ്റലായിട്ട് ചെയ്തു. ഡിജിറ്റലായിട്ട് ചെയ്യണം എന്നുള്ളവർ
ക്യാൻവ, പിൻട്രസ്റ്റ്, ഈ 2 ആപ്പുകൾ യൂസ് ചെയ്യുക. പിൻട്രസ്റ്റിനകത്ത് ഇഷ്ടംപോലെ നല്ല ഇമേജസ് ഉണ്ട്, നല്ല അടിപൊളി ഇമേജസ് ഉണ്ട്. നമുക്ക് അത് കാണുമ്പോഴത്തേക്കും നല്ല ഇങ്ങനെ നോക്കിക്കാൻ തോന്നുന്ന ഇമേജസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സ്കിൻ ക്ലിയർ, നല്ല സ്കിൻ കിട്ടണം, സ്കിന്നിന് അടിച്ചു കൊടുക്കുക, അപ്പോൾ നല്ല സ്കിൻ്റെ കുറേ ഫോട്ടോസ് വരും. അതിനൊക്കെ നിങ്ങൾക്ക് ഡെയിലി പഠിക്കണം. കൺസിസ്റ്റൻസി, അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുക ഫോർമാലിൽ കുറേ കൺസിസ്റ്റൻസി എന്ന വേർഡ് കാണിച്ചിട്ട് കുറേ പിക്ചേഴ്സ് വരും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നുന്നു നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. പിൻട്രസ്റ്റിൽ ഡൗൺലോഡ് ചെയ്യുക. അത് ക്യാൻവയിൽ കൊളാഷ് ഒക്കെ കാണും, കൊളാഷ് എടുത്തിട്ട് അതിനകത്ത് ജസ്റ്റ് അവിടെ ഇവിടേക്കും പേസ്റ്റ് ചെയ്യുക. അത് എഡിറ്റ് ചെയ്യുക. നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും, ക്യാൻവയിലൊക്കെ എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എഡിറ്റ് ചെയ്യുക, അത് നിങ്ങൾ വാൾപേപ്പറായിട്ട് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? വാൾപേപ്പർ ആക്കി വെക്കുക. അപ്പോൾ അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ഡിജിറ്റലി ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി സമയം ഉണ്ടെങ്കിൽ ഫിസിക്കലി നിങ്ങൾക്ക് എന്താ ചാർട്ട് എടുത്തിട്ട് ആ പിക്ചേഴ്സൊക്കെ ഒട്ടിച്ച് ഭംഗിക്കൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് അത് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ വിഷൻ ബോർഡ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ പബ്ലിക്കായിട്ട് എല്ലാവരും കാണത്തില്ലേ, എനിക്കത് അങ്ങനെ എല്ലാവരും കാണിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോട്ട്ബുക്കിനകത്ത് നിങ്ങളിപ്പം ബുക്കിൻ്റെ ഏതെങ്കിലും പേജ് എടുത്തിട്ട് അവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ വിഷൻ ബോർഡ് ഒന്ന് വെക്കുമ്പോഴത്തേക്കും കൂടെ നമ്മൾ ബുക്ക് എടുക്കും. എപ്പോഴും എടുക്കുന്ന ബുക്ക് ആയിരിക്കണം, ഡയറിയോ നിങ്ങൾ എപ്പോഴും പഠിക്കാൻ എടുക്കുന്ന ബുക്കോ, അതിനൊക്കെ ഫ്രണ്ട് പേജിലാണ് വെക്കുന്നതെങ്കിൽ എന്താ എപ്പോഴും എടുക്കുമ്പോഴേ എൻ്റെ വിഷൻ ബോർഡ് ഇത് കാണാൻ പറ്റും. അപ്പോൾ ഈ ബുക്കിൻ്റെയൊക്കെ ഇവിടേക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, മനസ്സിലായി? അങ്ങനെ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നേടിയെടുക്കണം എന്ന ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. എനിക്ക് ആരോ അയച്ചതിനകത്ത് നമ്മളെ ടാഗും ഒക്കെ ഉണ്ടായിരുന്നു. ഏതാ നമ്മുടെ സർക്കാർ ഓഫീസിൽ അല്ലെ സർക്കാർ ജോലിയുടെ ടാഗ് ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ കാർ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ പിക്ചർ, അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ എന്തായി നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ സംഭവം പേസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം AI ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്വന്തം ഫോട്ടോ എടുത്തിട്ട് AI എടുത്ത് പറയാൻ തന്നെ എന്നെ ഇങ്ങനെ ആക്കൂ, ഞാൻ കാർ ഓടിക്കുന്ന കണക്കാക്കൂ, ഞാൻ ഒരു ഒരു ക്യാബിനിൽ ഇരിക്കുന്നതൊക്കെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഇമേജസ് നമുക്ക് കിട്ടും. ആ ഇമേജ് നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിരിക്കും. നമ്മൾ കാണുമ്പോഴത്തേക്കും അത് ഞാൻ അവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നു, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സന്തോഷമായിരിക്കും, മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് തിങ് ആണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളവർ വിഷൻ ബോർഡ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തേ വിഷൻ ബോർഡ് സെറ്റ്, എന്നിട്ടൊരു ഗ്രീൻ ടിക്ക് കിട്ടാൻ. ഓക്കെ, അപ്പോൾ നോട്ട്ബുക്കിനകത്ത് 1 വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് ടിക്ക് ഇടുക, ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇട്ടേരെ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ടിക്ക് ഇടണം കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ട് ടിക്ക് ഇടണം, മറക്കല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പോയിൻ്റാണ് എന്തോ വിഷൻ ബോർഡ്. രണ്ടാമത്തെ പോയിൻ്റാണ് ടൈം ടേബിൾ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോ കിടപ്പുണ്ട്, അതൊക്കെ കണ്ടാലും മതി, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ടൈം ടേബിൾ എന്താ, ഈ വിഷൻ ബോർഡ് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ് ടൈം ടേബിൾ. ഓക്കെ, ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ റൊട്ടീനായിട്ട് ഡെയിലി റൊട്ടീനായിട്ട് എഴുതി വെക്കുക. രാവിലത്തെ കാര്യം മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ കാര്യം നമ്മൾ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ, രാവിലെ ഇത്ര മണിക്ക് എണീക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് എണീറ്റ് ഇന്ന കാര്യം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം നിങ്ങൾ പഠിക്കാൻ ഇപ്പം ഫുൾ ടൈം വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന ആളാണ്, PSC വീട്ടിൽ ഫുൾ ടൈം നോക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ക്ലാസ്സിന് പോകുന്ന ആളാണ്, അതല്ലെങ്കിൽ ഹോം മേക്കറാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ടൈം നിങ്ങൾക്ക് അറിയാമല്ലോ എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഗ്യാപ്പ് വരുന്നതെന്ന്. അപ്പോൾ രാവിലെ ഇപ്പം ഞാനൊരു 10 മണി വരെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മണി കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ള ടൈം ഉണ്ടല്ലോ, ഈവനിങ് വരെയുള്ള ടൈം, ആ ടൈം ഒരു 6 മണി വരെ ടൈം, 10 to 6, ആ സമയത്ത് നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങൾ ഇപ്പോൾ ഒരു 5 മണിക്കൂർ ഇടയ്ക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ ഇടയ്ക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര മണിക്കൂറാണ് കിട്ടുന്നത് അത്രയും മണിക്കൂർ എടുത്തിട്ട് അതിനെന്താ സബ്ജക്റ്റുകൾ കൊടുക്കുക. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 2 മണി തൊട്ട് 3 മണി വരെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും, 3 തൊട്ട് 4 മണി വരെ അതിൻ്റെ ഇവാലുവേഷൻ, 4 തൊട്ട് 5 മണി വരെ മാത്സ് പഠിക്കും. അങ്ങനെ അതുകൊണ്ടിങ്ങനെ 10 മണി തൊട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള സമയം 11 to 12. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ, മനസ്സിലായി? അപ്പം ആ ഒരു സ്ലോട്ട് കിട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, അവിടെ എന്തെങ്കിലുമൊക്കെ വെക്കുക. മാത്സ് ആണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ റിവിഷൻ ആണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ ചെയ്യുന്നത്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പഠിക്കാൻ. അപ്പോൾ അതെല്ലാം അവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക, മനസ്സിലായല്ലോ? ആ സ്ലോട്ടിനകത്ത് കൊടുക്കുക. എന്നിട്ട് 6 മണി കഴിഞ്ഞിട്ടുള്ള സമയം നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഫ്രഷ് അപ്പ് ആവാനുള്ള സമയം കൊടുക്കണം. നമ്മുടെ ഡിന്നർ കഴിക്കാനുള്ള സമയം കൊടുക്കണം. ഡിന്നറൊക്കെ നേരത്തെ കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ. എന്നിട്ട് ആ സമയം കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കിടക്കുന്ന കറക്റ്റ് സമയത്തായിരിക്കണം. നമ്മൾ എന്തായാലും കിടക്കുന്നത് എണീക്കുന്ന ഒരു കറക്റ്റ് പാറ്റേൺ ആയിരിക്കണം. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വർഷം ഞാൻ കിടക്കുന്നത് 10 മണിക്കും എണീക്കുന്നത് 4 മണിക്കും. അത് ഞാൻ സെറ്റ് ചെയ്തു. 2026 ഞാൻ സ്ലീപ്പിംഗ് അറ്റ് 10 ആൻഡ് ഗെറ്റിംഗ് അപ്പ് അറ്റ് 4 ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ ഒരു പാറ്റേൺ സെറ്റ് ചെയ്യുക. ആ സമയം ഇപ്പോൾ ഒരു 6 മണിക്കൂർ ഉറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെയാണ്, ഞാൻ ഫ്രഷ് ആണ്. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി സമയം വേണം ഉറങ്ങാൻ വേണ്ടിയിട്ടും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും. നിങ്ങളൊന്ന് റെഡിയായി വരാനോ അധികം സമയം വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കണം. ഓക്കെ, അതുകൊണ്ട് അതിനകത്ത് പിടിക്കാൻ നിൽക്കേണ്ട. നല്ലോണം ഉറങ്ങുക, നല്ലോണം ഫുഡ് കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കുന്നതിനൊക്കെ ബെനിഫിറ്റ് വരത്തുള്ളൂ. അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഞാൻ ഇങ്ങനൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്ക് ഓരോ മണിക്കൂർ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള പ്ലാൻ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് എഴുതുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ടൈം ടേബിൾ എനിക്ക് പേഴ്സണലി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ മോർണിംഗും ഈവനിങ്ങൊക്കെ നമുക്ക് ഏകദേശം സെയിം ആയിരിക്കും. അതുകൊണ്ട്
ഈവനിങ് നമ്മൾ വന്നിട്ട് എന്താ ഫ്രഷ് അപ്പ് ആവാനുള്ള സമയം കാണും, അതുകൊണ്ട് തന്നെ ഡിന്നർ കഴിക്കാനുള്ള സമയം കാണും, പിന്നെ റിവിഷനുള്ള സമയം കാണും, നമ്മൾ ജേർണലാണ് എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയം കാണും. അതൊക്കെ നിങ്ങൾ അവിടെ ഇവിടെ കൊടുക്കുക. ക്ലിയർ ആണല്ലോ? എന്നിട്ട് ടൈം ടേബിളിനകത്ത് എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ അതിൽ ചോദിച്ചാൽ മതി, എന്തെങ്കിലും ഒരു സജഷൻ വേണമെങ്കിൽ ചോദിച്ചാൽ മതി. അല്ലാതെ എനിക്ക് മൊത്തത്തിൽ പ്രിപ്പയർ തരാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതിൻ്റെ ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്ന് അറിയാമായിരിക്കുമല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് സെറ്റ് ചെയ്യുക, ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. സെറ്റാണേ? സെക്കൻഡ് തിങ് ടൈം ടേബിൾ, ഫസ്റ്റ് തിങ് വിഷൻ ബോർഡ്, സെക്കൻഡ് തിങ് ടൈം ടേബിൾ. ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആളാണ്, ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ടൈം ടേബിൾ ഡൺ, ടിക്ക് കൊടുത്തോ. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ടേബിൾ ഓക്കെ ആണ്. ടൈം ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട്ബുക്കിനകത്തോട്ട് ഫസ്റ്റ് വിഷൻ ബോർഡ്, സെക്കൻഡ് ടൈം ടേബിൾ എഴുതണം. ടൈം ടേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ സ്പേസ് ഇട്ടേക്കുക, ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നോട്ട്ബുക്കിനകത്ത് ടിക്ക് ചെയ്യുക. ഓക്കെ, തേർഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാക്കർ സെറ്റ് ചെയ്യുക. ഒരു ഹാബിറ്റ് ട്രാക്കർ നമുക്ക് എങ്ങനെ വരയ്ക്കുന്നതെന്ന് അറിയാം, അത് ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാക്കർ വരയ്ക്കുക, അത് സെറ്റ് ചെയ്യുക. ഓക്കെ, അത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ചെയ്യുമ്പോൾ ഞാനൊരു വീഡിയോ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, അതിൻ്റെ ഒരു ഡെമോ കാണിച്ചിടാവേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാക്കർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടത്, ഇതാണ്ടേ ഇങ്ങനെ, ഇത് കാണുന്നുണ്ടോ? ഇതിനകത്ത് നമ്മളിപ്പോൾ ജനുവരിയാണ് കിടക്കുന്നത്, മേളിൽ ജനുവരിയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ദാണ്ടേ എന്താ ചെയ്യണം, ഓരോ ഡേയും 1 to 30 നമ്മൾ എത്ര ദിവസമാണോ അത്രയും ദിവസം എണ്ണം. ഓക്കെ, ഇപ്പോൾ 31 ദിവസം, 1 തൊട്ട് 31 ദിവസം വരെ ഇടുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ജനുവരി 31 ദിവസം. 31 ദിവസം ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, 1 to 31 ഇത്ര എഴുതിയിട്ട് നമ്മളെന്താ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞൊരു കോളം വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ എന്ത് ചെയ്യുക, ഇപ്പം ഇത് എൻ്റെ ഒരു പ്ലാനറാണ്. ഇവിടെ സൈഡിൽ നിങ്ങൾ എനിക്ക് 4 മണി to 5, 5 to 6, 6 to 7, 7 to 8, 8, 9 to 10, 10 15, 10 to 9 to 10 രാത്രി കിടക്കുന്ന ഒരു സംഭവം സെറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ 4 to 5 അവിടെ വേണമെങ്കിൽ ഇച്ചിരി കൂടെ സ്പേസ് ഇട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾ രാവിലെ 4 to 5 എന്ത് ചെയ്യുന്ന സമയമാണ്, ഇപ്പം എണീറ്റിട്ട് ബുക്ക് വായിക്കുന്ന സമയമാണ്, റീഡിങ് എന്നൊരു സംഭവം അവിടെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ അങ്ങനത്തെ ടൈം ടേബിൾ അതിൻ്റെ കൂടെ ആ ഒരു വാക്കുണ്ടല്ലോ, ആ ഒരു വാക്ക് അതിൻ്റെ കൂടെ എഴുതി, ഇപ്പം റിവിഷൻ, ഫുഡ്, അങ്ങനെ എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എന്തെങ്കിലും എഴുതി അത് ഫില്ല് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഡേ ഇല്ലേ, ഫസ്റ്റ് ഡേ ഇത് ചെയ്തു, ഇത് ചെയ്തില്ല, അങ്ങനെ ഇത് ടിക്ക് ഇടുക. ഇവിടെ ഒരു സാഡ് സ്മൈലി ഇടുക, ടിക്ക് ഇടുക, സാഡ് സ്മൈലി അല്ലെങ്കിൽ ഹാപ്പി സ്മൈലി, ക്രോസ്, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്നീ ടിക്കും ക്രോസും, അല്ലെങ്കിൽ സാഡ് സ്മൈലി, ഹാപ്പി സ്മൈലി. ഓക്കെ, അതെല്ലാം ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഇത്ര ഒരു 20 എണ്ണം ഉണ്ടെന്ന് വെച്ചോ, ഒരു 10 എണ്ണം ഉണ്ടെന്ന് വെച്ചോ, എത്രയാണോ നിങ്ങൾക്കിപ്പം നിങ്ങൾ എക്സാം എഴുതാൻ എടുക്കുന്ന സമയം 2 മണിക്കൂറാണെന്ന് വെച്ചോ, അപ്പം 1 to 3 ആയിരിക്കും, 1 to 3 2 മണിക്കൂർ എടുക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ഒറ്റ സ്ലോട്ട് മതി അവിടെ, മനസ്സിലായോ? പിരിച്ച് എഴുതണ്ട. അപ്പം മൊത്തം ഒരു 10 എണ്ണം വരത്തോളൂ. എന്നിട്ട് നമ്മളിവിടെ എന്താ ചെയ്യാം, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇത് 1 2 3 4 5 6 7 5 വരെ റേറ്റിംഗ് കൊടുക്കത്തില്ല, അതനുസരിച്ച്. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് ഡേ നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനകത്ത് എല്ലാം നടന്നിട്ടില്ല, കുറച്ച് നേരം നടന്നിട്ടുള്ളൂ, അങ്ങനെയാണെങ്കിൽ എന്താ 2ലാണ് നമ്മൾ പോയിന്റ് കൊടുക്കും. അല്ലെങ്കിൽ നമ്മളെല്ലാം നടന്നു, അങ്ങനെയാണെങ്കിൽ 5ലാണ് പോയിന്റ് കൊടുക്കും. നമുക്കറിയാലോ, എണ്ണും നമുക്കറിയില്ല എന്തുമാത്രം കാര്യങ്ങൾ നടന്നു. അതിനനുസരിച്ച് എവിടെയാണോ പോയിന്റ് അവിടെ പോയിന്റ് ഇടുക. സെക്കൻഡ് ഡേ പോയിന്റ് ഇടുക, തേർഡ് ഡേ പോയിന്റ് ഇടുക, ഫോർത്ത് ഡേ, ഫിഫ്ത്ത് ഡേ, സിക്സ്ത് ഡേ, അങ്ങനെ പോയിന്റ് കുറേ ഡോട്ട്സ് അവിടെ ഇവിടെയും വരും. എന്നിട്ട് എന്ത് ചെയ്യുക, ജനുവരിയിലെ ഗ്രാഫ് യോജിപ്പിക്കുക. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അപ്പോൾ ആദ്യമേ താന്നു പോയി, പിന്നെ പൊങ്ങി കയറിപ്പോയി, പിന്നെ അങ്ങ് താന്നു പോയി, പിന്നെ മുകളിൽ പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് പോന്നു, എന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ ജനുവരിയിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് ജനുവരി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും, ഇത് ടൈമിൽ എല്ലാ ദിവസവും കറക്റ്റ് ഫോളോ ചെയ്യാൻ തോന്നും. കാരണം എന്താ, ട്രാക്കർ നമ്മൾ വരയ്ക്കുമ്പോൾ എന്താ, നമ്മുടെ ഗ്രാഫിന് താഴോട്ട് പോകണമെങ്കിൽ നമുക്ക് തന്നെ ഒരു വിഷമം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എല്ലാം ഫോളോ ചെയ്യാൻ നോക്കും. ക്ലിയർ ആണല്ലോ? അതിൻ്റെ ഒരു ഔട്ട്ലൈനാണ്, മനസ്സിലായെന്ന് വിശ്വസിക്കും. ഇതാണ് തേർഡ് തിങ്, ട്രാക്കർ. എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ മസ്റ്റായിട്ട് ഈ 3 കാര്യങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ. കാരണം ഞാൻ കൂടെ ചോദിക്കാം, ട്രാക്കർ ഒന്ന് അയച്ചേ, ടൈം ടേബിൾ ഒന്ന് അയച്ചേ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അയച്ചു തരണം. ഓക്കെ, അതുകൊണ്ട് മസ്റ്റായിട്ട് ഇത് ചെയ്യണം. മിഷൻ ബോർഡും ടൈം ടേബിളും ട്രാക്കറും ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത സംഭവം, ഇത്രയും നമുക്ക് ക്ലിയർ ആയി. ഇനിയുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ്, ഫുഡ്. അതായത് നമ്മൾ പഠിക്കുന്നില്ലേ, എല്ലാ ദിവസവും നമ്മൾ പഠിക്കുമ്പം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് വേണം, നമ്മുടെ ബ്രെയിനിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് വേണം. അപ്പോൾ നമ്മൾ വെറുതെ കണ്ടതും അതും ഇതും കഴിച്ചിട്ട് കുളമായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കും കേടാണ്, മൈൻഡിനും കേടാണ്, നമുക്കൊരു ഉന്മേഷം കാണത്തില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും ആഗ്രഹമില്ലേ ഡയറ്റ് കറക്റ്റ് ആക്കണം, നല്ല ഷുഗർ കട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമില്ലേ?
അത് ചെയ്യാം, നമുക്ക് 2026 ചെയ്യാം. ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളം നല്ലപോലെ കുടിക്കുക, 2 ലിറ്ററെങ്കിലും കുടിക്കുക, ദിവസം 2 ലിറ്റർ വെള്ളം കുടിക്കുക. അതിന് തന്നെ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക, അതിനൊക്കെ തന്നെ വെജിറ്റബിൾസ് നല്ലോണം കഴിക്കുക, ഫിഷും മീറ്റൊക്കെ കഴിക്കുക. അതിനൊക്കെ തന്നെ ആവശ്യമില്ലാതെ ജങ്ക് കാര്യങ്ങളും പൊരിപ്പും അതാണ് എണ്ണയിൽ വറുത്തതും ഒന്നും കഴിക്കാതിരിക്കുക. നമുക്കറിയാം പഞ്ചസാര കട്ട് ചെയ്യുക. പൊതുവേ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ചെയ്യാൻ വിചാരിച്ച് നടക്കാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്തിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ അടിക്കേണ്ട, കുറേശ്ശെ കട്ട് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണമെങ്കിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് പിന്നെ ഡെയിലി കഴിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ. ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഒരു പുള്ളിക്കാരിക്ക് ഡയറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെയും ബെനിഫിറ്റ് ഉണ്ടായത് അദ്ദേഹത്തിന്. അദ്ദേഹം നല്ല ഫിറ്റായി. നമ്മൾ മെലിയാന്നുള്ള സംഭവമല്ല, നമ്മൾ ഫിറ്റ് ആവുക എന്നുള്ള കാര്യമാണ്. നമ്മളങ്ങ് സ്ലിമ്മായി അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കുക. ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ ചേച്ചി എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഉച്ചയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഫുഡ് കാലറി കൂടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ സാലഡൊക്കെ മേടിച്ചാൽ കഴിക്കുന്നു ഉച്ചയ്ക്കൊക്കെ. അത് കഴിച്ച് കഴിയുമ്പോഴേ നമുക്ക് ആ ഡേ നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് തോന്നും. അത് നമ്മൾ ആ ഒരു റൊട്ടീനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ശീലിച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഞാൻ ഇതുവരെ അത് അച്ചീവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത് ആധികാരികമായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാൻ അറിയത്തില്ല. നമുക്ക് 2026 അത് ചെയ്യാം. റെഡിയാണോ? ഒരുമിച്ച് ചെയ്യാം. സെറ്റ്. 2026 നമ്മൾ ഡയറ്റ് കോൺഷ്യസ് ആവാൻ പോവുക. ഡയറ്റ് ശ്രദ്ധിക്കുക, ഇത് കഴിച്ചാൽ ശരിയല്ല, ഇത് കുറച്ച് കഴിച്ചാൽ മതി എന്ന രീതിയിൽ കുറയ്ക്കുക. ഒറ്റയടിക്ക് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് നമുക്ക് 2026 അവസാനമാകുമ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോസും ലാസ്റ്റ് വീഡിയോസും കമ്പയർ ചെയ്യാൻ പോവാണ്, എന്താ വ്യത്യാസമുള്ളതെന്ന് അറിയാനാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാൻ പോവാണ് നാളെ തൊട്ട്, 1-ാം തീയതി തൊട്ട്. ഓക്കെ, പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറ്റ് കുറച്ച് കോൺഷ്യസ് ആയി വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ ആ ഒരു സംഭവം വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്കിന്നും ഹെയറും എല്ലാം ഒന്ന് സെറ്റ് ആവും. ഓക്കെ, അപ്പം അത് എൻ്റെ ഒരു പ്ലാൻ ഞാൻ ഇട്ടേക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാം. സ്കിൻ കെയറും ഹെയർ കെയറും ഞാൻ ഒരു പ്ലാനിൽ ഇട്ടേക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല. നമ്മൾക്ക് ഇച്ചിരി ഏജ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരില്ലേ, അപ്പോൾ ഇനി സ്കിൻ കെയർ ഒക്കെ ചെയ്തില്ലെങ്കിൽ അവസാനം അമ്മമാർ പെട്ടെന്ന് പ്രായമായി പോയാലോ. അതുകൊണ്ട് സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ഇടുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ എഴുതി, വിഷൻ ബോർഡ്, ടൈം ടേബിൾ, ട്രാക്കർ, ഡയറ്റ്, സ്കിൻ ഹെയർ കെയർ. പിന്നെ സ്കിൻ കെയർ ഹെയർ കെയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താ അറിയാമോ, നമ്മൾ അതിനുവേണ്ടി കുറേ സമയമൊന്നും കൊടുക്കണ്ട. ഇപ്പം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ വൈകിട്ട് ക്ഷീണിച്ച് അല്ലെങ്കിൽ പഠിച്ച് കുഴഞ്ഞൊക്കെ വീട്ടിൽ ചെല്ലുമ്പം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓഫീസിനൊക്കെ വീട്ടിൽ ചെല്ലുമ്പം, അല്ലെങ്കിൽ ചെല്ലുമ്പോഴത്തേക്കും ജസ്റ്റ് നമുക്ക് മറ്റേ കറ്റാർ വാഴയില്ലേ, അലോവേരയോ മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും എടുത്ത് ജസ്റ്റ് ഫേസ് വാഷൊക്കെ ചെയ്ത് ഒന്നൊരു ആവിയൊക്കെ പിടിച്ചിട്ട് അതൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഫ്രഷ്നസ് വരും. ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറും അല്ലെങ്കിൽ എല്ലാ ദിവസം ഡെയിലി ഓരോ ഉപയോഗിക്കുമല്ലോ, അതൊന്നും വേണമെന്നില്ല. നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്നൊരു തോന്നൽ വരും. ഓക്കെ, അപ്പോൾ ഞാൻ അത് എൻ്റെ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. സ്കിൻ ആൻഡ് ഹെയർ കെയർ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീമെയിൽസ് ആണെങ്കിലും മെയിൽസ് ആണെങ്കിലും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എല്ലാവർക്കും എന്താണ് നമ്മുടെ ബോഡി കെയർ ചെയ്യേണ്ട നമ്മുടെ ആവശ്യം. നമ്മളത് കെയർ ചെയ്യണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അത് ഒരുപാട് ഭയങ്കര അങ്ങനെ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, ഇത്രയും എഴുതിയിട്ടുണ്ടല്ലോ, ഇത്രയും ലിസ്റ്റായിട്ട് എഴുതിയിട്ട് എന്തായാലും നിങ്ങൾ 20 ലിസ്റ്റ് ആക്കിക്കോ. ഓക്കെ, നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. പിന്നെ ഇത് വേണ്ട, എനിക്കൊരു ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കളയുക. ക്ലിയർ ആണല്ലോ? സെറ്റ്. അടുത്ത കാര്യം ഡിസിപ്ലിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ടൈം ടേബിൾ ട്രാക്കർ ഒക്കെ വെച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആവും. കാരണം എല്ലാ ദിവസവും കറക്റ്റ് സമയത്ത് എണീക്കുന്നു, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുന്നു, ഡയറ്റ് കറക്റ്റായിട്ട് നോക്കുന്നു, നമ്മൾ എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ടൈം എന്ത് ചെയ്യാൻ പറ്റും, കൺസേർവ് ചെയ്യാൻ പറ്റും. മനസ്സിലായ? ഒരുപാട് സമയം സ്പെൻഡ് ആയി പോകത്തില്ല. നമുക്ക് 24 മണിക്കൂർ നല്ല ബെനിഫിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് നല്ല ബെനിഫിഷ്യൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഞാൻ ഇന്ന് ചെയ്തത് എന്നൊരു ഐഡിയ നമുക്ക് വരും. ഞാൻ ഇന്ന് നല്ലപോലെ ഇന്ന് ദിവസം ഉപയോഗിച്ചു എന്നൊരു ഫീൽ വരും. ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിസിപ്ലിൻ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഒരു ഫോക്കസ് കൊടുക്കുക. ഡിസിപ്ലിൻ എന്നൊരു ടേം അവിടെ എഴുതിയിട്ടേക്കുക. ഡിസിപ്ലിൻ ഇതെല്ലാം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായി ഡിസിപ്ലിൻഡ് ആവും. ക്ലിയർ ആണല്ലോ? പിന്നെ ഞാൻ എഴുതിയേക്കുന്ന ലിസ്റ്റിനകത്ത് എഴുതിയേക്കുന്ന കാര്യമാണ് ക്ലോത്ത്സ്, നമ്മുടെ ഡ്രസ്സുകൾ. ഇത് എൻ്റെ ഒരു തീമിനകത്ത് ഇട്ടേക്കുന്ന കാര്യമാണ്. ഡ്രസ്സുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് അടുക്കി പറക്കി എല്ലാം ചിട്ടയായിട്ട് വെക്കുക. നമ്മളിപ്പോൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തന്നെ നമ്മൾ കുറേ സമയം കളയുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇടാത്തതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കുറേ ഡ്രസ്സ് കറക്റ്റായിട്ട് ഇടാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഇത് എവിടെ കിടക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുത്തിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ
ഒരുപാട് സമയം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഡ്രസ്സിൻ്റെ കാര്യം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പെട്ടെന്ന് ഓക്കെ ആവും. അതെനിക്ക് അന്നന്ന് ഉള്ള ഡ്രസ്സ് അന്നന്ന് കഴുകിയിടുക. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ടിപ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ദിവസം എന്താ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായും തോന്നും. നമുക്ക് അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സമയം കളയുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഒരുപാട് അതിനകത്ത് ഇപ്പം സൺഡേ ഒക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തം കൂടി കഴുകി ഉണക്കി വിരിച്ചിട്ടിട്ട് അത് പറക്കി കൊണ്ട് അലമാരിലൊക്കെ വെക്കുമ്പോഴത്തേക്കും അത്രയും സമയം അവിടെ പോവുക. അപ്പം ഡെയിലി അതങ്ങ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യമായിട്ട് അങ്ങ് തീർന്നങ്ങ് പോയിക്കോളും. മനസ്സിലായി? അപ്പം നമ്മുടെ ഒരു ഹോളിഡേ അതിന് വേണ്ടിയിട്ട് പോകത്തില്ല. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ക്ലിയർ ആണല്ലോ? അതാണ് ഞാൻ 7th എഴുതിയിരിക്കുന്ന പോയിന്റ്. ഇനി 8th പോയിന്റാണ് എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇട്ട് വായിക്കട്ടെ. വിഷൻ ബോർഡ്, ടൈം ടേബിൾ, ട്രാക്കർ, ഡയറ്റ്, സ്കിൻ ഹെയർ കെയർ, ഡിസിപ്ലിൻ, ക്ലോത്ത്സ്. 7 പോയിന്റായേ. ഓക്കെ, 8ാമത്തെ പോയിന്റാണ് എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ്. നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക, ഡെയിലി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കേ, നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ ദിവസവും പഠിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബോഡി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുന്നതനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ കുറച്ച് വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് നമുക്ക് ഓരോരോ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മളെ ബോഡി എവല്യൂഷണറി പരമായിട്ട് എന്താണ്, ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബോഡിയാണ്. അത് ചെയ്യാതിരിക്കുന്നതനുസരിച്ച് നമുക്ക് എന്താ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ കണ്ടില്ലേ, നല്ല ഏജിലുള്ള ചില എക്സാമ്പിൾ എന്തിനാ ഇവിടെ പോകാനാ, മമ്മൂക്ക കണ്ടില്ലേ, എന്ത് എനർജറ്റിക് ആയിട്ടാ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഏജിൽ നമ്മൾ എണീറ്റ് നടക്കണം, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള മമ്മൂക്കയുടെ പ്രായമാണ് എൻ്റെ ഉമ്മയുടെ ഉമ്മയ്ക്ക്. പുള്ളിക്കാരി വലിയിരിപ്പാണ്, ഇത്ര ആക്റ്റീവ് അല്ല. എന്തുകൊണ്ടാണ്? എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഡെയിലി എന്ത് ചെയ്യുക, ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് മസ്റ്റാണ്, ചെയ്യണം. നിങ്ങൾ 5 മിനിറ്റ് ആണെങ്കിൽ പോലും ചെയ്യണം, 10 മിനിറ്റ് ആണെങ്കിൽ പോലും ചെയ്യണം. ഇത് നമുക്ക് രണ്ടുപേർക്കും ബാധകമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്ന മൊത്തം. അതുകൊണ്ട് നിങ്ങൾ അത് ചേച്ചി എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കണം. ഇതെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഡെയിലി എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇവിടെ പറയും. നിങ്ങളും ഡെയിലി ഇത് എന്ത് ചെയ്യണം, ചെയ്തിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യണം. അതിൻ്റെ ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എക്സസൈസ് നമ്മൾ ഡെയിലി ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ 8th പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു പോയിന്റ്, നമ്മൾ 9ാമത്തെ പോയിന്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് കാണും എല്ലാവരുടെ ലൈഫിലും. എല്ലാവർക്കും എന്തെങ്കിലും ഇത് എൻ്റെ ഈ സ്വഭാവം കൊള്ളത്തില്ല, ഈ സ്വഭാവം മാറ്റണം എന്നൊരു ക്യാരക്ടർ കാണും. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നതായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ മുടി എപ്പോഴും ഇങ്ങനെ കറക്കൊണ്ടിരിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ബാഡ് ഹാബിറ്റ് നിങ്ങൾ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവം കാണും. ആ സംഭവം എന്ത് ചെയ്യുക, മാറ്റാൻ. ഓക്കെ, അത് മാറ്റാൻ ശ്രമിക്കുക. മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കൺട്രോൾ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ് ഇല്ല എന്നൊന്നും പറയണ്ട, എന്തെങ്കിലുമൊക്കെ കാണും, അത് കണ്ടുപിടിക്കുക, അത് മാറ്റാൻ ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബാഡ് ഹാബിറ്റ് റിമൂവ് ചെയ്യാനാണ് 9ാമത്തെ പോയിന്റ്. 9th പോയിന്റ് ക്ലിയർ ആണേ? ഓക്കെ, ഇത്രയും സെറ്റ്. അപ്പോൾ 9th പോയിന്റ്, ലാസ്റ്റ് 10th പോയിന്റ്, ലാസ്റ്റല്ല 10th പോയിന്റ് നമ്മൾ ഹാഫ് വേ എത്തിയിട്ടുണ്ട്. 10ാമത്തെ പോയിന്റ്, ഇതൊക്കെ എഴുതുന്നുണ്ടോ? 10ാമത്തെ പോയിന്റ് നമ്മളെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയുള്ള കാര്യമാണ്. യോഗ, മെഡിറ്റേഷൻ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും ഡാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് പ്രൊമോഷൻ വേണ്ടി പറയുന്നതല്ല. ഈ മെഡിറ്റേഷൻ, യോഗ എന്നൊക്കെ പറയുന്നത് ഭയങ്കര, നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നൊരു സാധനം ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആവാനും നമ്മളെ ബോഡി നല്ലോണം ഒന്ന് മൂവ് ചെയ്യാനും അതിനൊക്കെ നമുക്ക് മൈൻഡ് ബോഡി കണക്ഷൻ കിട്ടാൻ വേണ്ടിയുള്ള സംഭവമാണ് ഈ യോഗ എന്ന് പറയുന്നത്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയും മൈൻഡ് നമ്മുടെ കണക്ഷൻ ഉണ്ടാവും. നമുക്ക് എന്താ കുറച്ചും നല്ലോണം നമ്മളെ മൈൻഡിന് ആവശ്യമുള്ള രീതിയിൽ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. അതങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. നമുക്ക് പിന്നെ വേറെ ക്ലാസ്സിലൊക്കെ സംസാരിക്കാം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മൾ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ പഠിക്കാനുള്ള സ്കില്ല് കൂട്ടാനും ഒക്കെ മെഡിറ്റേഷനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ വിഷ്വലൈസേഷനൊക്കെ ചെയ്യുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ വിഷ്വലൈസേഷൻ നല്ല രസമാണ്. നമ്മൾ ആ ഒരു 1/2 മണിക്കൂറൊക്കെ യോഗ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പം യോഗ, മെഡിറ്റേഷൻ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ലോ പേസ് ഇഷ്ടമല്ലാത്ത ആൾക്കാരായിരിക്കും. എനിക്കിത് ഇഷ്ടമല്ല, എനിക്ക് ജിമ്മിൽ പോയിട്ട് നല്ലപോലെ വർക്കൗട്ട് ചെയ്താലേ എനിക്ക് ഒരു ഇത് കിട്ടൂ എന്നൊക്കെ തോന്നുന്നവർ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. വെറുതെ ഒരു ഇരുന്നിട്ട് 5 മിനിറ്റ് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീനാളവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂവിൻ്റെ ഇമേജോ ഒക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രദ്ധിക്കുക. പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ പവർ കുറവാണ്, അതുകൊണ്ടാണ്. മനസ്സിലായോ? നമ്മൾ മെമ്മറി പവർ കൂട്ടാനും ഇത് സഹായിക്കും. അപ്പോൾ അങ്ങനെ മെഡിറ്റേഷൻ, യോഗയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അതും അല്ലെങ്കിൽ നമ്മൾ മെൻ്റൽ ഹാപ്പിനെസ്സിന് വേണ്ടി ഡാൻസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് 10th പോയിന്റ്. 10th വരെ ക്ലിയർ ആണല്ലോ? 10th വരെ. ഓക്കെ, ഹാഫ് സെക്കൻഡ് ഹാഫാണ്, ഞാൻ സ്പീഡിൽ പറയാം. സെക്കൻഡ് ഹാഫിൽ 11th പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിംഗ് ആണ്.
ഓക്കെ, ഞാൻ കുറച്ച് ബുക്കുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ബുക്കുകളൊക്കെ പർച്ചേസ് ചെയ്ത് ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ സമയത്ത് വായിക്കേണ്ടത്, നിങ്ങളിപ്പം പഠിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഒരുപാട് സമയമില്ല, വായിക്കാനൊന്നും സമയമില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വായിക്കണം. നോവലൊന്നും വായിക്കരുത്. ജസ്റ്റ് നമുക്ക് സെൽഫ് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് എന്തെങ്കിലും ബുക്കുകൾ വായിക്കുന്നുണ്ടെങ്കിൽ വായിക്കുക. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, വായിക്കുന്ന എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോസ് ഉണ്ടായാലും മതി, പോഡ്കാസ്റ്റോ വീഡിയോസോ എന്തെങ്കിലും കാണുക. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. അത് കാണുമ്പോഴത്തേക്കും ഓക്കെ, ഇത് ഞാൻ ഇനി ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടും. റിവിഷൻ ചെയ്യേണ്ട ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സക്സസ് എത്താൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്കില്ല് അക്വയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യും. മനസ്സിലായി? അപ്പോൾ മോട്ടിവേഷൻ വീഡിയോസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്കുകളോ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പോഡ്കാസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ കേൾക്കുകയോ വായിക്കുകയൊക്കെ ചെയ്യാം. അതാണ് അടുത്ത 11th പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ കുറച്ച് ബുക്കുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ അത് യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, 12th പോയിന്റ് സ്റ്റഡി. ഒന്നുമില്ല, ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് ടീച്ചിങ്, കോച്ചിങ്, മെൻറ്ററിങ് എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. അത് നിങ്ങളുടെ ഏരിയ വരുമ്പോൾ എന്താവും, നിങ്ങളെ പഠനമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിങ്, റിവിഷൻ, ടെസ്റ്റ് പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ് പേപ്പർ, അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. അത് കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഞാൻ എൻ്റെ മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നോക്കുന്നത്. ഞാൻ ടീച്ചിങ്ങും കോച്ചിങ്ങും മെൻറ്ററിങ്ങും ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ ബാച്ചസ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. APOയുടെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിൻ്റെ ബാച്ച് ഉണ്ട്. അത് അത്യാവശ്യം റണ്ണിങ് ആണ്, നല്ല കുട്ടികളാണ്. പിന്നെ അതുകൊണ്ട് SCRTയുടെ ബാച്ചിൽ നല്ല കുട്ടികളാണ്. അവരെല്ലാവരും കറക്റ്റായിട്ട് ഓഡിയോ ക്ലാസ്സാണ്. അത് കേട്ട് ഇമോജി ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ടെലിഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഇമോജീസ് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോഴത്തേക്ക്. എല്ലാവരും കേട്ട് കഴിഞ്ഞിട്ടാണ് അവിടെ അവർ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇമോജി വരും. അത് നമ്മൾ ടെലിഗ്രാമിൽ കയറുമ്പോഴത്തേക്കും ആ ഇമോജീസ് ഇങ്ങനെ ബേസ്റ്റ് ആവും. അപ്പോൾ നല്ല നമുക്കൊരു സന്തോഷം വരും. അവരെല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഫീൽ വരും. 5ാം ക്ലാസ്സിൻ്റെ SCRT തീർന്നിട്ടുണ്ട്. ഒരുവിധം തീർന്നിട്ടുണ്ട്. അതിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് 6th കയറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ SCRT ബാച്ച് ജോയിൻ ചെയ്തവർ പെട്ടെന്ന് മൊത്തം കവർ ചെയ്യുക, പഠിക്കുക. ക്ലിയർ ആണല്ലോ? SCRT നമുക്ക് ബേസ് ഉണ്ടാവാൻ യൂസ്ഫുൾ ആട്ടോ. അതുകൊണ്ടാണ് SCRT ബാച്ച് അങ്ങനെ ഇട്ടേക്കുന്നത്. താല്പര്യമുള്ളവർക്കെല്ലാം ജോയിൻ ചെയ്യാം. ഞാൻ ആദ്യമേ കുറച്ച് പേരെ മാത്രം മതി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ടെലിഗ്രാമിൽ എത്ര പേരാണെങ്കിലും എൻട്രി ആയിക്കാമല്ലോ, കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കെല്ലാം കയറാം. കയറുന്നവരെല്ലാം എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ഉണ്ട്. കയറുന്നവരെല്ലാം എന്ത് ചെയ്യുക, മൊത്തം ക്ലാസ്സുകളും കേട്ടിട്ട് നോട്ട് എഴുതുക, നോട്ട് എനിക്ക് അയക്കുക. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ യോഗ ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2026 നമുക്ക് സെറ്റാക്കണം. അപ്പോൾ അത് എൻ്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളതൊക്കെ പഠിക്കുക, നിങ്ങളൊക്കെ നല്ല നിലയിലൊക്കെ എത്തുക. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പം നിങ്ങളെല്ലാം പഠിക്കുന്നുണ്ടല്ലോ, പഠിച്ച് 2026 പകുതിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരുമല്ലോ, ജോലി കിട്ടുമല്ലോ. ജോലി കിട്ടുമ്പോഴത്തേക്കും എന്നെ അറിയിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടേ ഇവിടെ ഹോട്ട് സീറ്റിൽ വന്നിരുന്നിട്ട് നമുക്ക് എങ്ങനെയായിരുന്നു പഠിക്കുമ്പോഴത്തേക്കും എന്തൊക്കെയായിരുന്നു നിങ്ങൾ ഉപയോഗിച്ച സ്ട്രാറ്റജീസ് ഒന്ന് ഷെയർ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ വരാൻ വേണ്ടിയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, വരണം. പിന്നെ ഞാൻ വരുന്നില്ല മോശമല്ലെന്ന് വിചാരിക്കില്ല, വരണേ. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണിത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ഫീൽഡ്. 12ാമത്തെ പോയിന്റ് കഴിഞ്ഞല്ലോ, സെറ്റ്. 13th പറയട്ടെ, 13ാമത്തെ പോയിന്റ്. ഒന്നുമില്ല, ജേർണൽ. എന്തുവാ, ഡയറി റൈറ്റിംഗ്. നമുക്ക് ഡയറികളൊക്കെ എന്തായാലും മേടിക്കുമല്ലോ നിങ്ങൾ ഡയറി. അപ്പോൾ ഡയറി വാങ്ങിക്കുക. ഡെയിലി ഉള്ള കാര്യങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നാളെ ഇപ്പം ഇത് എൻ്റെ ഡയറിയാണേ, എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഡയറിയാണ്. ഈ ഡയറിക്കകത്ത് ഞാൻ എല്ലാം ഒന്നും എഴുതിയിട്ടൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ എടുത്ത് വെച്ച് എഴുതും. ഇവിടെയൊക്കെ ബ്ലാങ്കാണ്, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് എഴുതും. കംപ്ലീറ്റ് ആയിട്ടൊന്നും എഴുതിയിട്ടില്ല. എഴുതുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ, നമുക്ക് നാളെ രാവിലെ വേണ്ടി ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളൊരു പ്ലാനിങ് കണക്കൊരു സംഭവം സെറ്റ് ചെയ്യുക. അത് കണക്ക് തന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദിവസം ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുക. അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ നോട്ട്, ഇന്ന് ഏറ്റവും നല്ല സംഭവം, ഇന്ന് നടന്ന ഏറ്റവും വലിയ കാര്യം എന്നുള്ള ആ കാര്യം മാത്രം എഴുതിയില്ല. അങ്ങനെ നമുക്ക് എന്ത് വേണേലും എഴുതാം. ചവറ് കണക്ക് വരികൾ എഴുതാം. അങ്ങനെയുള്ളൊരു ഡയറിയാണിത് കേട്ടോ. ഇതിനകത്ത് ഞാൻ പിന്നെ എന്താ സംഭവം, എന്തൊക്കെയൊക്കെ എഴുതിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ലേ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറിനകത്ത് എഴുതാം, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഫില്ല് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡയറി റൈറ്റിംഗ് ശീലമാക്കുക, ജേർണലിംഗ് ശീലമാക്കുക. അപ്പം കുറച്ചും കൂടി എഴുതുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി വരും. എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, ഞാൻ പഠിക്കുന്ന കറക്റ്റ് മെത്തേഡിലാണോ, ഞാൻ ഇന്നലെ പഠിച്ചതിന് ഡയറിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റുമല്ലോ നമുക്ക്. അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡയറി റൈറ്റിംഗ് ശീലമാക്കുക, അല്ലെങ്കിൽ ജേർണലിംഗ് ശീലമാക്കുക. ഓക്കെ, പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ 14ാമത്തത് ട്രാവൽ എന്നാണ് ഈ എഴുതിയിരിക്കുന്നത്. 14ാമത്തെ ട്രാവൽ എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ട്രാവൽ ചെയ്യുക. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ട്രാവൽ ചെയ്യുക. നിങ്ങൾ ഈ 2020 ട്രാവൽ ചെയ്ത സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് അറിയാമല്ലോ എത്ര പേർക്കാണ് ട്രാവൽ ചെയ്യാൻ ഇഷ്ടം, എവിടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ ഇവിടെ വരെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രാവൽ ഇട്ടേരെ.
ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ദൂരമോ അടിപൊളി സ്ഥലം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങി നമ്മൾ ഈ ഒരു ലൂപ്പിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ പോയി എന്നുള്ളത് എന്താണ് ഒരു ട്രാവലാണ്, ഒരു ട്രിപ്പാണ്. ഓക്കെ, അങ്ങനെ സംഭവങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്യുക. അല്ല മാസത്തിൽ ഒരിക്കലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെറിയ ബീച്ചിലോ ഒക്കെ നമുക്ക് അടുത്ത ബീച്ച് ഉണ്ടെങ്കിൽ കേട്ടോ, അടുത്ത ബീച്ചിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവുക. അത് ട്രാവൽ. ഓക്കെ, പിന്നെ ഞാൻ എഴുതിയിരിക്കുന്നത് ഡ്രൈവിംഗ് ആണേ. 15ാമത്തെ പോയിന്റ് ഡ്രൈവിംഗ് ആണ്. നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങളുടെ നൺ ഓഫ് യുവർ ബിസിനസ്. പക്ഷേ ഡ്രൈവിംഗ് എനിക്ക് 4 വീലർ ഡ്രൈവ് ചെയ്യണം, ലൈസൻസ് എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ അത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല, കാരണം ഐ ആം നോട്ട് എ ഗുഡ് ഡ്രൈവർ. അടുത്തത് പിന്നെന്താ, നമ്മൾ ഹാൻഡ് വാഷ് യൂസ് ചെയ്യുക, നമ്മുടെ ഹെൽത്ത് കുറച്ചും കൂടി കോൺഷ്യസ് ആയിരിക്കുക. പെട്ടെന്ന് പനി പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു അന്തരീക്ഷവും കാര്യങ്ങളും ഡസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിലവിൽ നമ്മുടെ ചുറ്റുപാടിലുള്ളത്. അതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് മാസ്ക് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കുറച്ചും കൂടി കോൺഷ്യസ് ആവുക. അതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക. കയ്യിലൊക്കെ ഹാൻഡ് വാഷ് യൂസ് ചെയ്യുക. ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുക. അതിൽ കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക അതിനൊക്കെ നഖം കടിക്കാതിരിക്കുക. അതൊക്കെ ചെയ്യുക കേട്ടോ. നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് നിൽക്കുക. ഓക്കെ, 2026 പോകാൻ വേണ്ടിയിട്ട് മുമ്പേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് നോട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ 17th പോയിന്റ്, അടുത്ത പോയിന്റ് 17ാമത്തെ പോയിന്റ് ഫാമിലിയാണ്. ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും അതിനകത്ത് ഉൾപ്പെടും. അതിനകത്ത് എല്ലാവരോടും നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ എന്തെങ്കിലും നല്ല പോസിറ്റീവായിട്ട് ചിരിച്ച് സ്നേഹത്തോടെ നിൽക്കുക. ഓക്കെ, 2026 നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്കറിയാം വീട്ടിൽ നിന്ന് വഴക്കിട്ടുമ്പോഴൊക്കെ നമ്മളെ സ്വഭാവം മാറും, നമ്മുടെ മൂഡ് മാറും, അതൊക്കെ എനിക്കറിയാം. എന്നാൽ പോലും കഴിയുന്നത്ര 2026 നല്ല കുട്ടിയാണെന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ എല്ലായിടത്തും നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുക. ക്ലിയർ ആണല്ലോ? ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് നമുക്ക് വഴക്കിട്ടുമ്പോഴായിരിക്കും നമ്മൾ അന്നത്തെ ദിവസം മൊത്തം പോകും. പിന്നെ ഞാൻ ഇന്ന് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അതിനേക്കായി ഹാപ്പി ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അതാണ് എൻ്റെ 17th പോയിന്റ്. പിന്നെ ഞാൻ 17th ആയപ്പോഴത്തേക്ക് എന്തായാലും 20 ആക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ എഴുതിയേക്കുന്നതാണ് അടുത്ത 3 പോയിന്റ്. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാൻ എഴുതി കഴിഞ്ഞിട്ടല്ലോ, പക്ഷേ ഇത് ഇല്ലായിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവത്തില്ലായിരുന്നു. ഹാപ്പിനെസ്, പ്രാക്ടീസ് ഹാപ്പിനെസ്. എല്ലാത്തിനും അതൊരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കണ്ടാലും അതാണ്ട് എൻ്റെ ബുക്കിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു, സന്തോഷിക്കുക. ഓക്കെ, അതൊക്കെ എന്തിനേയും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡേയും ഒരു ഹാപ്പിനെസ്സിലൂടെയും കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഡേ അടിപൊളിയായിരിക്കും. മനസ്സിലായോ? നമുക്ക് സന്തോഷിക്കാൻ എന്താ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോരെ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, നിങ്ങൾ എല്ലാത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ അയ്യോ അതെനിക്കില്ല, അതില്ല, ഇതില്ല, എനിക്ക് അത് കിട്ടിയില്ല, ഇത് പറ്റിയില്ല, അങ്ങനെ ആലോചിക്കാതെ നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉള്ളത് അല്ലേ, നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കേ. ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ലേ, നിങ്ങൾക്ക് ഒരു ഫോണില്ലേ, നിങ്ങൾക്ക് ഇപ്പം ഇത്രയും യൂസ് ചെയ്യാൻ പറ്റുന്നില്ലേ അല്ലേ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അതിനെ പറ്റിയൊക്കെ സന്തോഷിക്കുക. അപ്പോൾ ഹാപ്പിനെസ് ആണ് ഞാൻ എഴുതിയേക്കുന്നത്. 18ാമത്തെ പോയിന്റ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? 19ാമത്തെ പോയിന്റ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാത്തിനോടും നന്ദി പറയുക. എനിക്കിത് തന്നതിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി കിട്ടിയതിന് നന്ദി, എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്കെല്ലാം ഓർമ്മ നിൽക്കുന്നുണ്ടല്ലോ, ആൻസർ എഴുതുമ്പോൾ എനിക്ക് പഠിച്ച കാര്യങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ, അതിനെനിക്ക് നന്ദി എന്ന് പറയാം. അല്ലാതെ അയ്യോ എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറയരുത്. ഓക്കെ, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. എല്ലാത്തിനും താങ്ക് യു പറയുക. മനസ്സിലായോ? അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് കൺസിസ്റ്റൻസി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ അതെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നമുക്ക് ട്രാക്കറും ടൈം ടേബിളും ഒക്കെ ഉള്ളത്. അപ്പോൾ എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് കാണുക. 2026 നമുക്ക് എന്തേ പറ്റൂ, നമ്മൾ സക്സസ് ആയേ പറ്റുള്ളൂ. അപ്പോൾ സക്സസ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. ഇതെല്ലാം സീരിയസ് ആയിട്ട് എടുക്കുക. ഞാൻ വെറുതെ പറഞ്ഞ് കളയാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും നേരം ഈ വീഡിയോ മൊത്തവും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു കമൻറ്റ് എന്തെങ്കിലും ഇടണേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം ഇടണേ. ഇടാതെ പോലെ ജസ്റ്റ് റിവ്യൂ ഇടുക. കാരണം എനിക്ക് അറിയാൻ പറ്റില്ല എത്ര പേര് അവസാനം വരെ കണ്ടു എന്ന് എനിക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കിനെ പറ്റിയൊക്കെ പറയാം. ഞാൻ എന്തായാലും ടോപ്പിക് കുറേ ഇടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയി 2026 ഒന്ന് കളറാക്കി എടുക്കണം. അതുകൊണ്ട് 2026 നിങ്ങളുടെ വർഷമാണ്, നമ്മുടെ വർഷമാണ്, നമ്മൾ സക്സസ് നേടിയെടുക്കാൻ പോകുന്ന വർഷമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുക. അങ്ങനെ തന്നെ സംഭവിക്കും. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട. പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെ എന്തെങ്കിലും എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇടുക. അതിനൊക്കെ തന്നെ ടെലിഗ്രാം ചാനൽ, ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. ചുമ്മാ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. സ്റ്റോപ്പ് ഓവർ സ്ക്രോളിങ്. നമ്മൾ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് റീല് കണ്ട് കളയുന്ന സമയം കുറയ്ക്കുക. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ അതിന് സമയം കാണത്തില്ല. അതുകൊണ്ട് ഞാൻ അത് മെൻഷൻ ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ന്യൂ ഇയർ. 2026 അടിപൊളി വർഷമായിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ കാണണ്ടേ. ഓക്കെ, ബൈ.